ഫെബ്രുവരി മാസം 4-ാം തീയതി ക്രിസ്തുവർഷം 2026. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. നിത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, പ്രത്യാശയുടെ വചനങ്ങൾ പഠിപ്പിക്കുവാൻ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം പഠിപ്പിക്കുവാൻ ദൈവം നൽകുന്ന അവസരങ്ങൾക്കായി ദൈവത്തിന് വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. എൻ്റെ സന്ദേശം കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം പഴയ നിയമത്തിൽ നിന്ന് ആവർത്തന പുസ്തകം, അതിൻ്റെ 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പിൻ. അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്ക് നീ കേട്ട് അനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സേവിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. ആ പ്രവാചകനോ സ്വപ്നക്കാരനോ മിസ്രയീം ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്നവനും അടിമ വീട്ടിൽ നിന്ന് വീണ്ടെടുത്തവനുമായ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ച് നീ നടക്കേണ്ടതിന് നിൻ്റെ ദൈവമായ യഹോവയെ കൽപ്പിച്ച വഴിയിൽ നിന്ന് തെറ്റിപ്പാൻ നോക്കിയതുകൊണ്ട് അവനെ കൊല്ലണം. അങ്ങനെ നിൻ്റെ മധ്യേ നിന്ന് ദോഷം നീക്കിക്കളയണം. നമുക്ക് നമ്മുടെ പഠന വിഷയത്തോടുള്ള ബന്ധത്തിലുള്ളൊരു വേദവാക്യമാണ് ഞാൻ വായിച്ചത്. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം, അത് അറിഞ്ഞിരിക്കേണ്ട പ്രാധാന്യം, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ അതിൽ നിന്ന് കിട്ടുന്നത്, അത് തീർച്ചയായിട്ടും അതിന് ബൈബിൾ പറയുന്ന ഒരുപാട് ഉപദേശങ്ങൾ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. അതൊരു പ്രധാന വിഷയമാണ് വീണ്ടെടുപ്പ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ആഴമായ ദൈവിക സത്യങ്ങളാകയാൽ, നിത്യമായ ദൈവിക സത്യങ്ങളായി ദൈവവചനമാകയാൽ ദൈവത്തിൽ ആശ്രയിച്ച്, ഇതിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളെ വീണ്ടും കൂട്ടിവരുത്തിയ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ നാളുകളിൽ സംഭവബഹുലമായ ഈ ലോകത്തിൽ, ദുഷ്ടൻ്റെ അധീനതയിലുള്ള ഈ ലോകത്തിൽ, ദുഷ്ടൻ വിലസുന്ന ഈ ലോകത്തിൽ നിൻ്റെ നല്ല മക്കളായിട്ട് ദൈവവചന പ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പുത്രമുഖാരം ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. സാധാരണ പോലെ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് നമ്മുടെ വിഷയം തുടരാം. നാം പഠിച്ചു വരുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ത്? തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ മുന്നമേ നിങ്ങളോട് അറിയിക്കുകയാണ്. സാക്ഷാൽ സ്വാതന്ത്ര്യം, സാക്ഷാൽ ദൈവത്തെ തൻ്റെ വചനപ്രകാരം സേവിക്കുന്നത്, ആരാധിക്കുന്നത്, അതാണ് ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം. ബാക്കിയുള്ള സ്വാതന്ത്ര്യങ്ങളൊന്നും ദൈവവചനപ്രകാരമുള്ള, ദൈവം ഇച്ഛിക്കുന്ന രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യമേ അല്ല. എന്നാൽ നാം മുന്നേ പഠിച്ചു, ഈ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനും വിവാഹം കഴിക്കാനും മക്കളെ പുലർത്താനും പുലർത്താനും ഒക്കെ നമുക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതം, രാഷ്ട്രീയ ജീവിതം, എല്ലാത്തിനും സാധ്യതകളുണ്ട്. എങ്കിലും പരമപ്രധാനമായ സ്വാതന്ത്ര്യം അത് ദൈവത്തെ ആരാധിക്കുകയും അവനെ
സേവിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ പഠന വിഷയം. സ്വതന്ത്രരായി ജീവിക്കാൻ അടിസ്ഥാനമായി പലതും സംഭവിക്കണം. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിഗണിച്ചത്. ഒന്നാമതായി, ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നാം കടക്കണമെങ്കിൽ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കണം. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കണം. ഇപ്പം നമുക്ക് തീർച്ചയായിട്ടും അറിയാം, പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ്. അത് ദൈവത്തിൻ്റെ ഒരു പ്രമാണമാണത്. അതാണ് വാസ്തവത്തിൽ ഈ ലോകത്തിൽ സംഭവിച്ചത്. അതിനോട് കൂട്ടിച്ചേർക്കാൻ തക്കവണ്ണം ഒരുപാട് കള്ളപ്രവാചകന്മാരും, എന്തോരം കള്ളപ്രവാചകന്മാരാണ് ഈ ലോകത്തിൽ. അവരുടെ അനുയായികൾ നോക്കൂ, കോടിക്കണക്കിന് ആൾക്കാരാണ്. എന്നാൽ സാക്ഷാൽ ദൈവവചനപ്രകാരമുള്ള സ്വതന്ത്ര ദൈവമക്കൾ എത്ര പേരുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം, ഞാനും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പം അങ്ങനെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിനായിട്ട് അടിമത്തത്തിൽ നിന്നും പാപത്തിൻ്റെ അടിമത്തത്തിൽ നമ്മൾ വീണ്ടെടുക്കപ്പെടണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത് തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ നമ്മൾ വായിച്ചു, അധർമ്മത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കണം. പാപത്തിന് വിവിധ മുഖങ്ങളുണ്ട്. അതിൽ എതിർപ്പുണ്ട്, വിപ്ലവമുണ്ട്, എല്ലാം ദൈവത്തിനെതിരായിട്ടുള്ള, ദൈവത്തിൻ്റെ കൽപ്പനകളുടെ ലംഘനമുണ്ട്, അതുപോലെ അധർമ്മമുണ്ട്, അശുദ്ധിയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ ഒന്നാണ് പാപം എന്നുള്ളത്. ആ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന്, ഇവിടെ തീത്തോസിൻ്റെ പറയാം, അധർമ്മത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുപ്പ് ആവശ്യമാണ്. അതുപോലെ തന്നെ 2 തീത്തോസിൻ്റെ 2-ാം ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമായുള്ള ജീവിതത്തിൽ നിന്ന് വീണ്ടെടുപ്പ്, അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്, നമ്മുടെ ജന്മം മുതൽ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സാമുദായിക ജീവിതം, മതപരമായ കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാണ് ഇവിടെ പറയുന്നത്. അത് വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമാണ്. ആ ജീവിതത്തിൽ നിന്ന് ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. ആ വീണ്ടെടുപ്പ് മുഖാന്തരം സ്വാതന്ത്ര്യത്തിലേക്ക് കടന്ന് സാക്ഷാൽ ഗുണകരമായ നല്ലൊരു ക്രൈസ്തവ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയണം. അതുപോലെ തന്നെ നമുക്ക് ഈ വീണ്ടെടുപ്പിനെ കുറിച്ച് നാം 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 9-ാം ലേഖനത്തിൽ നിന്ന് വായിക്കുകയുണ്ടായി. വീണ്ടെടുപ്പ് വിലയേറിയതാണ്. ഒരു വ്യക്തിയെ വീണ്ടെടുക്കുക. നിങ്ങൾ പഴയ നിയമം വായിച്ചു, ലേവ്യ പുസ്തകവും ന്യായപ്രമാണവും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം വീണ്ടെടുപ്പുകാരാണ്. അതുകൊണ്ട് വീണ്ടെടുപ്പ് എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഈ വീണ്ടെടുപ്പ്, അതിൻ്റെ വില ഉള്ളതുകൊണ്ട് അവരൊരിക്കലും പാപ്പരായി പോകത്തില്ല. അവർക്ക് കൃഷി ചെയ്യാനും അവർക്ക് വസ്തുവകളുണ്ടാകും, അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ ദൈവം ഈ വീണ്ടെടുപ്പ് എന്ന അതിൻ്റെ വില എന്ന വിഷയത്തിൽ ഒരുപാട് വെളിപ്പാടുകൾ. അതിലേക്ക് ഞാൻ ഇന്ന് കടക്കുന്നില്ല. നിങ്ങളത് ആവർത്തന പുസ്തകവും അതുപോലെ ആദ്യത്തെ 5 പഴയ നിയമം, പ്രത്യേകിച്ച് നമ്മൾ പുറപ്പാട്, അതിനുശേഷം നമുക്ക് ആവർത്തന പുസ്തകം, അതുപോലെ തന്നെ ലേവ്യ പുസ്തകം, ഈ 3 പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മനസ്സ് അറിയാൻ പറ്റും. നമ്മുടെ വീണ്ടെടുപ്പ് എന്താണ്, വീണ്ടെടുപ്പിൻ്റെ വില എന്താണ്. അങ്ങനെയാണ് ഇസ്രായേലിന് ജീവിക്കേണ്ടിയിരുന്നത്. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും അവർക്ക് കഴിയണമായിരുന്നു. എന്നവർക്ക് സാധിച്ചില്ല. അതായിരുന്നു വാസ്തവത്തിൽ അവരുടെ കുറവ്. ഇവിടെ 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിലൂടെ പറയുന്നത് നമുക്ക് നമ്മുടെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. ഈ വിലയേറിയതാണ് എന്നുള്ളതും ഒരു വിലയുണ്ട് എന്നതും അത് ഏറിയതാണ് എന്നും അത് നമുക്ക് കൊടുക്കാൻ പറ്റാത്തതാണ് എന്നുള്ളതും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അത് പ്രസ്താവ്യമായിട്ടുള്ള വിഷയം തന്നെയാണ്. നമുക്ക് പകരക്കാരനായിട്ട് നമ്മുടെ മറുവിലയായിട്ട് നമുക്ക് കൊടുക്കാൻ ഒന്നും സാധിക്കില്ല. ഒരു പാപിക്ക് എങ്ങനെയാണ് ഒരു സ്വന്തമായിട്ട് അവൻ്റെ പാപത്തിൻ്റെ പരിഹാരമായ മറുവില കൊടുക്കാൻ സാധിക്കുക? അസാധ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് പത്രോസ് 1-ാം ലേഖനത്തിൽ 18-ഉം 19-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ വില എന്താണ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വില എന്താണ്? അതുകൊണ്ട് വീണ്ടെടുപ്പിൻ്റെ വിലയും അത് ആരാ കൊടുത്തത്, എന്താണ് കൊടുത്തത് എന്നെല്ലാം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മാറ്റുകൂടും. അതുകൊണ്ട് ആ വില അനുസരിച്ചുള്ള ഒരു ക്രൈസ്തവ ജീവിതമാണ് വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നാം ഇന്ന് ജീവിക്കുന്ന രീതികളിൽ നിന്ന് അത്
തികച്ചും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതിനും സംശയമില്ല. അതുകൊണ്ട് നമുക്ക് 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 12-13 വായിക്കാൻ നമുക്ക്. കേൾവിയാൽ വിശ്വാസവും, അതുകൊണ്ട് നിങ്ങൾ കേൾപ്പിക്കുക എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം തന്നെയാണ്. 18 വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ ഇത് സത്യവേദ പുസ്തകം അതിൻ്റെ പരിഭാഷയാണ്. ഇതെങ്ങനെയാണ് പരിഭാഷപ്പെടുത്തിയതെന്ന് നമുക്കറിയത്തില്ല, എങ്കിലും നല്ലൊരു പരിഭാഷ തന്നെയാണ്. എന്നാൽ അത് താരതമ്യ പഠനത്തിനായിട്ട് പല വിവിധ മലയാളത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് തർജ്ജമകൾ നമുക്കുണ്ട്, അതൊക്കെ പരിശോധിക്കുന്ന ആളാണ്. എന്നാൽ POC ബൈബിളിൽ റോമൻ കത്തോലിക്കരുടെ പരിഭാഷയിൽ ഇപ്രകാരം എഴുതി: കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. ഇവിടെ എഴുതിയിരിക്കുന്നത് നിർദോഷവും നിഷ്കളങ്കമായ ക്രിസ്തുവിൻ്റെ രക്തം. എന്നാൽ ഇവിടെ പരിഭാഷയിൽ ചില കാര്യങ്ങൾ അത് ഗ്രീക്ക് ബൈബിളിലുള്ളത് കൊണ്ട് അത് അപ്രകാരമാണ് POC ബൈബിൾ അത് തർജ്ജമയിരിക്കുന്നത്. നല്ല പരിഭാഷയാണ് POCയുടെ. കറയോ കളങ്കമോ എന്ന് പറയുന്നത് നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ പോലുള്ള. നമുക്കറിയാം പുറപ്പാട് പുസ്തകത്തിൽ അവിടെ വീണ്ടെടുപ്പിൻ്റെ വില കൊടുക്കുന്നത് ഊനമില്ലാത്ത 14 ദിവസം സൂക്ഷിച്ച് കണ്ടെത്തിയ ദൈവവചനപ്രകാരമുള്ള ഒരു കുഞ്ഞാടിൻ്റെ രക്തമാണ് അവർ കട്ടിലക്കാടുമിലും കുറുമ്പടിയിലും പുരട്ടേണ്ടത്. അങ്ങനെയാണ് അവരെ വീണ്ടെടുത്തത്. അതിൻ്റെ ഒരു സൂചനയാണ് അവിടെ ഉള്ളത്. എന്നാൽ വാസ്തവമായിട്ട് അതുപോലെ നിഷ്കളങ്കവും നിർദോഷവും നിഷ്കളങ്കവുമായ ക്രിസ്തുവിൻ്റെ രക്തം, അത് വളരെ പ്രധാനപ്പെട്ട അതാണ് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വില. ഓർത്തിരിക്കുക, യേശു ക്രിസ്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് യേശു കഷ്ടമനുഭവിച്ചു, രക്തം ചൊരിഞ്ഞു, പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവയെല്ലാം വീണ്ടെടുപ്പിനും പ്രായശ്ചിത്തയാഗത്തിനും പാപപരിഹാരത്തിനും ശുദ്ധീകരണത്തിനും ആവശ്യമായിരുന്നു. അപ്പോൾ നമ്മുടെ വീണ്ടെടുപ്പിന് അത് വലിയൊരു വിഷയം തന്നെയാണത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ വീണ്ടെടുപ്പിന് വേണ്ടി എന്നെയും നിങ്ങളെയും നമ്മുടെ ഈ അടിമത്വത്തിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന്, വ്യർത്ഥമായ ജീവിതത്തിൽ നിന്ന് ഒരു ഗുണകരമായ ജീവിതത്തിലേക്ക് കടക്കാൻ തക്കവണ്ണം നമ്മൾ വീണ്ടെടുക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ വില അത് വിലയേറിയതാണ്. ആ വില മാത്രമല്ല, അതിൽ ഞാൻ ഇവിടെ ഓർപ്പിച്ചതുപോലെ പ്രായശ്ചിത്തയാഗം, പാപപരിഹാരം, ശുദ്ധീകരണം, അതുപോലെ പല വിഷയങ്ങൾ ബന്ധപ്പെട്ട് അത് നമുക്ക് ആവശ്യമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അത് മാത്രമല്ല, ഈ പ്രാണൻ അതാണ് മറുവില. കർത്താവ് യേശു ക്രിസ്തു അവസാനം കാൽവരി ക്രൂശിൽ പറഞ്ഞത് അവൻ പിതാവിനെ എൻ്റെ പ്രാണനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തലചാഞ്ഞ് തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു എന്നാണ്. അപ്പം അതിൻ്റെ മറുവില അതാണ്. എന്നാൽ രക്തം ചിന്തേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ട്? രക്തം ചൊരിയാതെ പാപമോചനമില്ല. അത് ദൈവത്തിൻ്റെ വഴിയാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് രക്തം ചൊരിഞ്ഞ്, യാഗങ്ങളെല്ലാം തന്നെ അത് രക്തം ചൊരിഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ രക്തചൊരിച്ചിലില്ലാതെ വിമോചനമില്ല എന്ന് എബ്രായലേഖനം 9-ാം അധ്യായത്തിൽ 22-ാമത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല, ശുദ്ധീകരണത്തിനും നമുക്ക് രക്തം ആവശ്യമാണ്. കാരണം പാപിയൊരു മനുഷ്യനെ കഴുകി വിശുദ്ധനാക്കിയാൽ മാത്രമേ അവന് ദൈവസന്നിധിയിലേക്ക് കടക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ യേശു ക്രിസ്തുവിൽ വീണ്ടെടുപ്പിനായിട്ട് വിശ്വസിച്ചവരെ, നീതീകരണം വിശ്വസിച്ചവരെ, പാപക്ഷമിക്കാരവർ, പ്രായശ്ചിത്ത യാഗത്തിൽ, ഏക യാഗത്തിൽ വിശ്വസിച്ച എല്ലാവരെയും തന്നെ പുതിയ നിയമം വിളിക്കുന്നത് വിശുദ്ധന്മാരെന്നാണ്. ഒരു വിശുദ്ധിയുള്ളവരായി ആണ് ദൈവം കണക്കാക്കുന്നത്. വീണ്ടെടുപ്പും ആത്മീയ ജീവിതവുമായിട്ടുള്ള ബന്ധമൊന്ന് അല്പമായിട്ടൊന്ന് പരിശോധിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി യഹൂദന്മാരുടെ പുറപ്പാട്. യഹൂദനെ എന്തുകൊണ്ട് ദൈവം വീണ്ടെടുത്തു, എന്തിനായിട്ട് വീണ്ടെടുത്തു എന്നുള്ളത് വളരെ പ്രധാനം. 1-2 വാക്യങ്ങൾ വായിച്ച്
നമുക്ക് ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോവുകയും ക്ലാസ് ഒരു സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായം, ഇവിടെ 6-ാം അധ്യായത്തിൽ ദൈവം മോശയോട് ഇസ്രായേലിൻ്റെ പിതാക്കന്മാരോട് എബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് ഈ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനങ്ങൾ, ഉടമ്പടികൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിമ വീടായ മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ എബ്രാഹിമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും 12 ഗോത്രപിതാക്കന്മാരുടെയും അവരുടെ മക്കളുടെയും വലിയൊരു ജനതയുടെ വീണ്ടെടുപ്പ് ചെയ്യാൻ പോവുകയാണ്. അതാണ് നമ്മൾ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യഹോവ മോശയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ തൻ്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും എന്ന് അരുളി ചെയ്തു. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്നാൽ, ഞാൻ യഹോവ ആകുന്നു. ഞാൻ അബ്രാഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. അവർ പരദേശികളായി പാർത്ത കാനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. മിസ്രയീമ്യർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു, എൻ്റെ നിയമം ഓർത്തുമിരിക്കുന്നു. ഇത് യഹോവയുടെ വാക്കുകളാണ്. സർവശക്തനായ ദൈവം, എബ്രാഹിമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം പറയുന്ന വാക്കുകളാണ്. 6-ാം വാക്യത്തിൽ, പുറപ്പാട് 6-ാം വാക്യത്തിൽ, അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവ ആകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധി കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. 7-ാം വാക്യം, ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ അറിയും. ഞാൻ എബ്രാഹിമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. ഞാൻ യഹോവ ആകുന്നു. ഇതാണ് അതിൻ്റെ പ്ലാനിങ് സെക്ഷൻ. ദൈവം അബ്രാഹിമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത വാഗ്ദത്തങ്ങൾ, അവകാശങ്ങൾ, നിയമങ്ങൾ, ഉടമ്പടികൾ നടപ്പാക്കാൻ പോവുകയാണ്. എല്ലാം പൂർണ്ണമായിട്ട് നടക്കാൻ പോവുകയാണ്, വീണ്ടെടുക്കാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ പ്ലാനിങ് സെക്ഷൻ. പിന്നെ നമുക്കറിയാം, പുറപ്പാട് പുസ്തകം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ 9 വലിയ മഹാമാരികളുണ്ടാകുകയാണ്. അവസാനം സംഹാരദൂതൻ വരുന്നു. അവൻ എല്ലാ മൃഗങ്ങളുടെയും മനുഷ്യരുടെ എല്ലാ ആദ്യജാതന്മാരെയും സംഹരിക്കുകയാണ്. എന്നാൽ കുഞ്ഞാടിൻ്റെ ദൈവ കൽപ്പനയനുസരിച്ച് അറുത്ത കുഞ്ഞാടിൻ്റെ രക്തം കുറുമ്പടിമേലും അത് വാതിലിൻ്റെ അവിടെ തേച്ച രക്തം കാണുമ്പോൾ അവരെ സംഹരിക്കാതെ കടന്നു പോകും. അങ്ങനെയാണ് അവരെ വീണ്ടെടുക്കുന്നത്. കട്ടിളക്കാൽമേലും കുറുമ്പടിമേലും രക്തം കാണുമ്പോൾ അവിടെ സംഹാരം കടക്കാതെ, അവിടെ മരണം ഇല്ലാതെ അവരെ കടന്നു പോകും. അങ്ങനെയാണ് അവരെ വീണ്ടെടുക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയും. അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നമ്മുടെ വീണ്ടെടുപ്പ്, സ്വാതന്ത്ര്യം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ആരാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എന്ന് നമ്മൾ അറിയണം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യക്ഷപ്പെട്ട്
എബ്രാഹിമിനും മോശയ്ക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട് അവരോട് സംസാരിച്ച, വാഗ്ദാനങ്ങൾ കൊടുത്ത, അവരോട് ഉടമ്പടി ചെയ്ത ദൈവം അവനെ തന്നെ വെളിപ്പെടുത്തിയ യഹോവ എന്ന നാമത്തിലാണ്. എന്നാൽ നമുക്കറിയാം നമ്മളോടുള്ള ബന്ധത്തിൽ തീർച്ചയായിട്ടും പുത്രൻ മനുഷ്യാവതാരം ചെയ്യുകയും അവൻ നമ്മുടെ ഇടയിൽ പാർക്കുകയും നമ്മുടെ പാപങ്ങൾ കൂടി മരിക്കുകയൊക്കെ ഉണ്ടായത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആരാണ് വീണ്ടെടുപ്പുകാരൻ, സാക്ഷാൽ വീണ്ടെടുപ്പുകാരനാണ്, സാക്ഷാൽ ദൈവം ആരാണ്, യഹോവ ആരാണ് എന്നിവർ അറിയേണ്ടത് കൂടി ആവശ്യം ആയിരുന്നു. അതിനുശേഷം നമുക്കറിയാം അവർ വീണ്ടെടുത്തതിന് ശേഷം ചെങ്കടലിൽ കിടന്നവർക്ക് സീനായി മലയിൽ വെച്ച് മോശയ്ക്ക് 10 കൽപ്പനകൾ നൽകുകയാണ്, ന്യായപ്രമാണം നൽകുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായതുകൊണ്ട് ഞാൻ അല്പം വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ വീണ്ടെടുത്ത ദൈവം എന്ത് ആഗ്രഹിക്കും, ഇസ്രായേലിൽ നിന്ന് എന്ത് ആഗ്രഹിച്ചു എന്നുള്ളത് വളരെ അവർ ചെയ്തില്ല എന്നുള്ളത് വേറെ വിഷയമാണ്. എന്നാൽ അതെന്ത് ആഗ്രഹിച്ചു എന്നുള്ളത് അത് നമുക്കൊരു പാഠമായി നമുക്ക് എടുത്ത് നമുക്ക് ദൈവത്തെ മാത്രം സാധിക്കണം. അതിൻ്റെ 20-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ എന്ന് വായിക്കും. ഇവിടെ ഇത് ന്യായപ്രമാണം കൊടുത്ത് ന്യായപ്രമാണത്തിൻ്റെ വാക്കുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. ദൈവം മോശയോട് അരുളി ചെയ്യുകയാണ്. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിൻ്റെ ദൈവം ആകുന്നു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. 1 മുതൽ 1, 2, 3 വാക്യങ്ങളെ വായിച്ചത്. ഇവിടെ 6 വരെ വായിക്കാൻ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ ആമുഖമാണ് വായിച്ചത്. ഞാൻ നിങ്ങളെ വീണ്ടെടുത്ത ദൈവമാകുന്നു, ഞാനല്ലാതെ നിങ്ങൾ ദൈവം ഉണ്ടാകരുത്. ഇത് എത്രയോ പരമപ്രധാനമാണ്. ഈ സാക്ഷാൽ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ഈ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും പരമപ്രധാനമായിട്ടുള്ള വിഷയം തന്നെയാണ്. ഇതാണ് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഒരു ഉദ്ദേശം. നിങ്ങളുടെ ദൈവമായ യഹോവ ആരെന്ന്, ദൈവം ആരെന്ന് നിങ്ങൾ അറിയും. ദൈവം കാണിച്ചു കൊടുത്ത വീണ്ടെടുപ്പ് വഴിയാണ്. അബ്രഹാം വിളിക്കുന്നു, വാഗ്ദാനം കൊടുക്കുന്നു, ഉടമ്പടി ചെയ്യുന്നു, അവകാശം കൊടുക്കുന്നു. അത് വാസ്തവമായിട്ട് നടത്തുകയാണ് ദൈവം. അങ്ങനെയാണ് ദൈവത്തെ നമ്മൾ അറിയാനായിട്ട് ദൈവം ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 20-ന്റെ 1-ാം വാക്യത്തിൽ ദൈവം അരുളി ചെയ്തു, അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറൊരു ദേവന്മാർ നിനക്ക് ഉണ്ടാകരുത്. അത് നമുക്കറിയാം. പിൽക്കാലങ്ങളിൽ ചരിത്രം വായിക്കുമ്പോൾ, പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ അവർക്ക് മോലേക്ക്, അശേര പ്രതിഷ്ഠകൾ, വിഗ്രഹങ്ങളുടെ കളിയായിരുന്നു. കാണുന്ന ദേശത്ത് കല്ലിലും മുള്ളിലും ഒക്കെ അവർ പൂജ തുടങ്ങി. ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനായ ശലോമോൻ പോലും തെറ്റിപ്പോയി, സോളമൻ പോലും തെറ്റിപ്പോയി. സോളമൻ എന്നുള്ളത് ശലോമോൻ്റെ മലയാളമാണല്ലോ. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഉദ്ദേശം നാം ശരിയായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ കള്ളപ്രവാചകനെ നീക്കിക്കളയണം. അതാണ് നമ്മൾ ആവർത്തന പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 4, 5 വാക്യങ്ങൾ ഒന്നുകൂടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കള്ളപ്രവാചകൻ, കാരണം നമ്മളെ സാക്ഷാൽ ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ച് വേറെ അന്യദേവന്മാരിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന പ്രവാചകന്മാർ, കള്ളപ്രവാചകന്മാർ ഇന്ന് നമ്മുടെ സഭകൾ നിറച്ചു. അതാണ് നാമധേയ ക്രൈസ്തവ സഭകളിൽ നമ്മുടെ ചുറ്റുപാടും അത് തന്നെയാണ്. അവരെ പിന്തുടരുന്ന ചെറുതും വലിയമായ കൂട്ടങ്ങൾ, ചിലത് കോടിക്കണക്കിനാണ്, ചിലത് ലക്ഷക്കണക്കിനാണ്, ചിലത് 10,000-കണക്കിനാണ്, ചിലത് 1000-കണക്കിനാണ്. അങ്ങനെ കള്ളപ്രവാചകർ നിറഞ്ഞ ഈ ലോകത്ത് ഈ ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 4, 5 വായിക്കുന്നത് വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുവിൻ. നിങ്ങൾ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും വാക്ക് കേൾക്കുകയും അവിടുത്തെ സേവിക്കുകയും അവിടത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം. അവൻ പ്രവാചകനോ വിശകലനക്കാരനോ ആരായാലും വധിക്കപ്പെടണം. എന്തെന്നാൽ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് ആനയിച്ചവനും അടിമത്വത്തിൻ്റെ ഭവനത്തിൽ നിന്ന് മോചിപ്പിച്ചവനും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എതിർക്കാനും അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ള മാർഗങ്ങളിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാനും ആണ് അവൻ ശ്രമിച്ചത്. കാരണം എഴുതിയിട്ടുണ്ട്, അവൻ എന്തുകൊണ്ട് വധിക്കണം.
അവനെ നീക്കിക്കളയേണ്ടത് ആവശ്യമാണ് സമൂഹത്തിൽ നിന്ന്. ഇത് ദൈവം നമ്മുടെ വേദത്തിൽ എഴുതിയിരിക്കുന്ന എൻ്റെ വാക്കുകളല്ല കേട്ടോ. ഞാൻ ആരെയും കൊല്ലാൻ പറയുന്നില്ല, എൻ്റെ ജോലി അല്ല ഇത്. ഇപ്പോൾ വേദത്തിൽ എഴുതിയിരിക്കുകയാണ്. ദൈവം ഉദ്ദേശിച്ച, ഇസ്രായേലിനെ സംബന്ധിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. എന്നാൽ അവർ അതിന് പകരമായിട്ട് ഒരുപാട് കള്ളപ്രവാചകന്മാർ വരികയും അവർ പിന്നാലെ പോവുകയും അവർ വലിയ ശിക്ഷാവിധിയിലേക്ക് കടക്കുകയുണ്ടായി എന്ന് നമുക്കറിയാവുന്ന ചരിത്രമാണത്. അപ്പം അങ്ങനെ ഈ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എതിർക്കാനും അവിടെ നിന്ന് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാനുമാണ് ശ്രമിച്ചത്. അങ്ങനെ നിങ്ങൾ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും സാക്ഷാൽ ദൈവവചനത്തിലേക്ക് നാം തിരിയേണ്ട ആവശ്യം, ദൈവം ഉദ്ദേശിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ ഉദ്ദേശം, ശരിയായ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ്, വീണ്ടെടുക്കപ്പെട്ടൊരു വ്യക്തിയുടെ ആത്മീയ ജീവിതം എത്രയോ മഹത്വകരമായിരിക്കണം. അതിന് ആത്മീയ ജീവിതത്തിന് ദൈവവചനം നന്നായി അറിയേണ്ടതും അത്യന്താപേക്ഷിതമാകുന്നു. പഴയ നിയമം നന്നായിട്ട് അറിയണം. ദൈവം എങ്ങനെയാണ് ഇസ്രായേലിനോട് ബന്ധപ്പെട്ടത്, പുതിയ നിയമത്തിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, സഭയോടുള്ള ബന്ധത്തിൽ എന്താ ആഗ്രഹിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് വീണ്ടെടുപ്പിൻ്റെ ഉദ്ദേശം ഒന്ന് അല്പമായിട്ടൊന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതാണ് തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നിന്നും ഇവിടെ പറയുന്നത് വീണ്ടെടുപ്പ് വില കൊടുത്ത് നമ്മൾ അവൻ്റെ ജീവൻ കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ 14-ാം വാക്യത്തിലുണ്ട്, സത്പ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനായി നമ്മെ പ്രതി തന്നെ താൻ ബലിയർപ്പിച്ചു. ഇത് POC പരിഭാഷയാണ്. എന്നാൽ നമ്മൾ സത്യവേദപുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ അത് അതിൻ്റെ 2-ാം അധ്യായത്തിൽ, ദിവസം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം അത് ഇപ്രകാരമാണ് അത് സത്യവേദപുസ്തകത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളെ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ ഈ വേണ്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. ഒരുവൻ വേറൊരാൾക്ക് വേണ്ടി, യേശു ആദാമിന് വേണ്ടി, ആദാമിൻ്റെ മക്കൾക്ക് വേണ്ടി, വൺ ഫോർ അനദർ. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം അവിടെ ഉണ്ട്. നമുക്ക് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട വിഷയം, നമ്മൾ എന്തിനായിട്ട് ദൈവം വീണ്ടെടുക്കുന്നു, അതിൻ്റെ വില എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയാണ്. അതുകൊണ്ട് ശരിയായ സ്വാതന്ത്ര്യം നമുക്ക് പറയാൻ കഴിയും സാക്ഷാൽ ദൈവത്തെ സ്നേഹിക്കുന്നതിനും സേവിക്കുന്നതിനും തന്നെയാണ്. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ വീണ്ടെടുപ്പ് കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. ശരിയായ സ്വാതന്ത്ര്യം ദൈവമക്കളായി ജീവിക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യേശുവാണ് പുത്രൻ, അവൻ ഭവനത്തിന് അവകാശിയാണ്. ആ ഭവനത്തിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ ആ പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകേണ്ട ആവശ്യമാണ്. തീർച്ചയായിട്ടും ഈ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ, ഈ വീണ്ടെടുപ്പ് ആസ്വദിക്കുവാൻ, സാക്ഷാൽ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കുവാനും ദൈവമക്കളായിട്ട് ജീവിക്കുവാനും വീണ്ടെടുക്കപ്പെട്ടവരായി ദൈവമക്കളായി സാക്ഷാൽ സ്വാതന്ത്ര്യം ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ചിൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു, വചനത്തിനായിട്ട് നന്ദി പറയുന്നു. വീണ്ടെടുപ്പ് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ച കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് അതിൻ്റെ വില എന്നോർത്ത് അവൻ്റെ കഷ്ടപ്പാടും കുരിശുമരണവും അവൻ്റെ രക്തം ചിന്തലും അത് വലിയ ദൈവിക തലത്തിൽ അത് സ്വീകാര്യമായിരുന്നല്ലോ. അതിനെല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് സന്നദ്ധനായതും തൻ്റെ ജീവനെ കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഞങ്ങൾ ഓർക്കുകയും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ദിവസം വീണ്ടെടുക്കപ്പെട്ടവരായിട്ട് യേശുക്രിസ്തു വിശ്വസിച്ച് വീണ്ടെടുക്കപ്പെട്ടവരായ ദൈവമക്കളായി സാക്ഷാൽ സ്വാതന്ത്ര്യം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി.
ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.